الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. مضى الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل. واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ കടന്നുപോയ ആ ഒരു സന്തോഷം ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂടി മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവും അതുപോലെയുള്ള ബഹുമാന്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവും എവിടെയാണ്? മസ്ജിദുൻ നബവിയുടെ കുറത്തപ്പുറത്തേക്ക് മാറി മസ്ജിദുൻ നബവിയിൽ നിന്ന് വിട്ടിട്ട് കുറച്ചു ദൂരം പോയി ഇതുപോലെ ഒരു നല്ല ചൂടുള്ള സമയത്ത് സൂര്യൻ അസ്തമിക്കാത്ത ഒരു സമയത്ത് ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ വഅദ് പറയുന്ന ഉബൈദ് ബിൻ ഉമൈർ തങ്ങളും അതിന്റെ ചുറ്റുഭാഗത്തായി ഒരുപാട് പ്രിയപ്പെട്ട സ്വഹാബത്ത് ഇരിക്കുന്ന കണ്ടപ്പോ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവരെ നോക്കിയിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ഖുർആൻ ഓതുമ്പോ അതുപോലെ എന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യ മുത്തുകളെ മുത്തുനബിയുടെ ഹദീസുകളെ ഒരാള് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര വെയിലുണ്ടെങ്കിലും ആ വെയിലൊന്നും നോക്കാതെ ആ മജ്ലിസിൽ അവൻ കടന്നിരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവനിക്ക് ദുആ ചെയ്യും. ഏതുവരെ? ആ മജ്ലിസിൽ നിന്ന് അവൻ പിരിയുന്നത് വരെയും അവനിക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, നീ ഇവനെ നിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ തമ്പുരാനെ. കത്തിയാളുന്ന നരകത്തിന്റെ ചൂടിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ കൊടുക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ പാപങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുഃഖങ്ങളും അവന്റെ ദുരൂഹതകളും അവന്റെ ദുഷിപ്പുകളുമെല്ലാം നീ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ദുആ ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ഞാൻ വന്നതുകൊണ്ടോ വഅദ് പറയുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഈ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടി എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാപങ്ങൾ പൊടിഞ്ഞു പോകുന്ന ഒരു മജ്ലിസാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ പുറത്ത് ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിന്റെ മാലാഖമാരോട് പറയും, മലക്കുകളെ, ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഇന്നതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ, ഓ ജിബ്രീലേ, നിങ്ങൾ ആ മനുഷ്യനെ ആദരിക്കണം. അത് മാത്രവുമല്ല, ഭൂമി ലോകത്തുള്ള വാനലോകത്തുള്ള അല്ലാഹുവിന്റെ മാലാഖമാരോട് മുഴുവൻ
മുഴുവനും പറയണം, ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം, ആ മനുഷ്യനെ സ്നേഹിക്കണം, ആ മനുഷ്യനെ ആദരിക്കണം. അപ്പോ ആ മനുഷ്യനെ ആദരിച്ചുകൊണ്ട് കടന്നു വന്നാൽ ഈ അണ്ഡകടാഹത്തിലുള്ള അള്ളാഹുവിന്റെ ദുനിയാവിലുള്ള സകലമാന ആളുകളും ആ മനുഷ്യനെ സ്നേഹിക്കുകയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും അതുപോലെ ആ മനുഷ്യനെ ലോകത്തുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ബാബ എന്ന പേരുള്ള ആ പരിശുദ്ധവരെ, ആ പരിശുദ്ധരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുള്ളവർ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് വരുന്നത്, ആ മക്കാനിലേക്ക് വരുന്നത്, ആ മഹ്ദറയിലേക്ക് വരുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് അള്ളാഹുവേ വെറുതെ അങ്ങോട്ട് കിട്ടൂല. അള്ളാഹു ഇഷ്ടപ്പെടണം. ആ ഒരു ഇഷ്ടത്തിൽ മാത്രമേ ആർക്കും അവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു അലാമത്താണ് കേരളത്തിന്റെ ഏതോ അറ്റത്ത് കിടക്കുന്ന ഞാനിവിടെ വന്നത്, നിങ്ങൾ ഇവിടെ വന്നത്, ഇതര മതസ്ഥരായ സഹോദരങ്ങൾ വരുന്നത്, അങ്ങനെ ആളുകൾ കടന്നു വരുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. ഇതുപോലെ ഒരു ചൂടത്തിരുന്നു കൊണ്ട് പ്രഭാഷണം കേൾക്കുന്ന, ഇതുപോലെ ഒരു വെയിലത്തിരുന്നു കൊണ്ട് വഅദ് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള മസ്ജിദ് നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് മദീനയുടെ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്തുകളും സലാമുകളും പറയുമ്പോ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ സലാം പറയുമ്പോ മുത്തുനബി തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഉറക്കുന്നു പറയും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരിൽ അവിടുന്ന് സലാം പറയുമ്പോൾ റസൂലുള്ളാഹി സലാം അടക്കിയിട്ട് എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ, എന്തോ ഒരു സങ്കടമുള്ളതുപോലെ, എന്തോ ഒരു ദുഃഖമുള്ളതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകർ ഇരിക്കുമ്പോ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാ, യാ അബൂബക്കർ, അല്ല അബൂബക്കറേ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ നിന്നാണ് വരുന്നത്. എന്തോ ഒരു വേദന മുസ്തഫായ നബി തങ്ങൾക്കുള്ളതുപോലെ, എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ, എന്തോ ഒരു സങ്കടമുള്ളതുപോലെ തോന്നുകയാ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെന്നിട്ട് മുത്തുനബിയോട് എന്ത് വേദനയാണെന്ന് ചോദിക്കുമോ? ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ? മനസ്സിന് വല്ലാത്ത വേദനയുണ്ടല്ലോ നബിയേ, മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ നബിയേ, മുഖം വല്ലാതെ ചുമന്നിട്ടുണ്ടല്ലോ റസൂലല്ലാഹ്. അതുകൊണ്ട് പറയുമോ നബിയേ, ഈ അബൂബക്കറിനോട് പറയുമോ നബിയേ, എന്ത് സങ്കടം വന്നാലും, എന്ത് വേദന വന്നാലും, എന്ത് പ്രയാസം വന്നാലും ഈ അബൂബക്കറിനോട് പറയുന്ന റസൂലല്ലാഹ് ഇന്നെന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? റസൂലുള്ളാഹ് മറുപടി കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ മൗനമായിട്ടിരിക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാ, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്തേ റസൂലുള്ളാഹിക്ക് പറ്റിപ്പോയത്? നബി തങ്ങൾ സലാം അടക്കുന്നു, പക്ഷേ ഒരു വാക്കുപോലും മുസ്തഫ നബി തങ്ങൾ മൊഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കാമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരികയാ. വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
എന്ത് പറ്റി നബിയേ? മുഖം വല്ലാതെ ചുമത്തിട്ടുണ്ടല്ലോ നബിയേ. എന്റെ റസൂലേ ഉമറിനോട് പറയുമോ? മുസ്തഫ നബി തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. അവസാനം അബൂബക്കറും ഉമറും സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു എല്ലാവരും കടന്നു ചെന്നിട്ട് മുത്തു നബിയുടെ മരുമകനായ അലിയിൽ അലിയാർ തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയാണ്, അലിയേ, എന്തേ റസൂലുള്ളാഹിക്ക് പറ്റിപ്പോയത്? ഞങ്ങളുടെ മനസ്സ് വേദനിക്കുകയാ, ഞങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുകയാ, ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത ദുഃഖമാവുകയാണ്. അതുകൊണ്ട് പറയുമോ? പടച്ചവനെ, അലിയാർ തങ്ങൾ ഓടുകയാണ്. എന്റെ റസൂലുള്ള കരയുകയാണോ? എന്റെ ഹബീബ് വേദനിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടു ഇല്ല. ഹളറത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് അങ്ങ് ചെന്നു. അവിടന്ന് സലാം പറഞ്ഞു. എന്ത് പറ്റി നബിയേ? എന്തിനാണ് കരയുന്നത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുമ്പോഴോ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടന്നൊരു വാക്ക് പോലും പറയുന്നില്ല. എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. അബൂബക്കറും ഉമറും അലിയും ഉസ്മാനും എല്ലാം ഒരു തീരുമാനമെടുത്തു. ഇനി റസൂലുള്ള മിണ്ടണോ? സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ ബീവിയോട് ചെന്നുകൊണ്ട് കാര്യം പറയാ. അലിയാർ തങ്ങൾ ചെന്നുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ, നിങ്ങൾ എന്ത് ചോദിച്ചാലും റസൂലുള്ള മറുപടി പറയുമല്ലോ, എന്ത് പറഞ്ഞാലും റസൂലുള്ള അംഗീകരിക്കുമല്ലോ. ഞങ്ങളൊക്കെ ചെന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറഞ്ഞിട്ട് മുത്തുനബിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ പ്രവാചകരും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഫാത്തിമ, നിങ്ങളൊന്ന് മുത്തുനബിയുടെ അരികത്ത് പോകാമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് വേദനിക്കുന്നത് എന്ന് ചോദിക്കാമോ? കേട്ടപാട് ഫാത്തിമ ബീവിയുടെ മനസ്സങ്ങ് പിടഞ്ഞു പോയി. അല്ലാഹുവേ, എന്റെ റസൂലുള്ള കരയുകയോ, എന്റെ റസൂലുള്ളാന്റെ മുഖം വാടിത്തളരുകയോ, എന്തേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് പറ്റിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ചെന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്. കേട്ടപാട് റസൂലുള്ള മെല്ലെ അങ്ങ് തല ഉയർത്തുകയാണ്, എഴുന്നേൽക്കുകയാണ്. ഫാത്തിമയെ കണ്ടപാട് റസൂലുള്ള മുന്നിലേക്ക് വരുന്നു. അതുപോലെ ഫാത്തിമ ബീവി ഓടി വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടം പിടിച്ചിട്ട് മുത്തം കൊടുത്തു. റസൂലുള്ള കൈ പിടിച്ചിട്ട് ഫാത്തിമ ബീവിയെ അരികത്തിരുത്തി. ആ സമയത്ത് ഫാത്തിമ ബീവിയോട് റസൂലുള്ള ചോദിച്ചു, ഓ ഫാത്തിമ, പതിവില്ലാത്ത ഒരു വരവല്ലേ ഫാത്തിമ? ഉടൻ തന്നെ ഫാത്തിമ ബീവി ചോദിക്കുന്നു, നബിയേ, അലിയാർ തങ്ങൾ സങ്കടത്തിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സങ്കടത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സങ്കടത്തിലാണ്, എല്ലാ സ്വഹാബത്തും അവിടുന്ന് വേദനയിലാണ് നബിയേ. അവിടുന്ന് സങ്കടമാണെന്ന് പറഞ്ഞ്, വിഷമമാണെന്ന് പറഞ്ഞു, ദുഃഖമാണെന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ മനസ്സ് പൊട്ടിപ്പിടഞ്ഞു പോയിട്ടുണ്ട് നബിയേ. എന്തേ റസൂലുള്ളാഹ് പറ്റിപ്പോയത്? അപ്പോഴൊന്നും റസൂലുള്ള മിണ്ടിയില്ല. മുത്തുനബിയുടെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ഫാത്തിമ ബീവി അങ്ങ് കരഞ്ഞിട്ട് ചോദിക്കുന്നു, നബിയേ, ഈ പൊന്നുമോളെ കണ്ണീര് കണ്ടില്ലേ നബിയേ? അവിടുന്ന് പറയോ റസൂലേ? ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫാത്തിമ, അല്ലാഹുവേ, ഫാത്തിമ ബീവിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാ. ലോകാവസാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിതു
ഓർത്തിയിട്ട് പിന്നെ റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, ഈ ലോകമെല്ലാം അല്ലാഹു തകർത്ത് തരിപ്പണമാക്കിയിട്ട് യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ലോകമെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അല്ലാഹുവേ എല്ലാവരും വരിവരിയായിട്ട് കടന്നിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. കോടാനുകോടാനി മനുഷ്യന്മാര് നിൽക്കുകയാണ്. ആ മഹ്ശറാവൻ സഭയിലേക്ക് വജീഅ ബിജഹന്നമ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തെ അല്ലാഹു വലിച്ചു കൊണ്ടുവരും. ഫാത്തിമ അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. എന്റെ പ്രിയപ്പെട്ട സമുദായം അതിൽ പെട്ടുപോകുമോ? എന്റെ അബൂബക്കർ, എന്റെ ഉമർ, എന്റെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ഉമ്മത്തുകള്, ഇന്നിവിടെ ഈ സദസ്സിന്റെ മുമ്പിലിരിക്കുന്ന, ഈ വേദിയുടെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരെ, ചെറുപ്പക്കാര്, അന്ന് റസൂലുള്ള നിങ്ങളെ ഓർത്തിട്ട് കരഞ്ഞു പോവുകയാ. ഫാത്തിമ വജീഅ ബിജഹന്നമ, അല്ലാഹുവിന്റെ നരകത്തിനെ അല്ലാഹു മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന രംഗത്തെ ഓർത്തിട്ട് 70,000 മാലാഖമാര്, ഒരു കടിഞ്ഞാണിൽ 70,000 മാലാഖമാര്, അങ്ങനത്തെ 70,000 കടിഞ്ഞാണില് അല്ലാഹുവിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ കൽക്കസർ കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള തീജ്വാലകള് അതിൽ നിന്നിങ്ങനെ ഉടരുന്നത് കാണുമ്പോ എന്റെ ഉമ്മത്തിനെ ഓർത്തിട്ട് കണ്ണു നിറഞ്ഞതാണ് ഫാത്തിമ. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിട്ട് പറയാട്, ഫാത്തിമ, ഇവിടത്തെ ചൂട് പോലും താങ്ങാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇന്നീ പരിശുദ്ധമായി പ്രഭാഷണത്തിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോ ഈ ഒരു അസറിന്റെ ടൈമിൽ എന്ത് പറയണമെന്ന് ആലോചിച്ചു കൊണ്ട് കയറുമ്പോ ഈ വെയിലിന്റെ ചൂടടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ പലരും വീശുന്നത് കാണാ, പല ആളുകളുടെ ശരീരത്തിലൂടെ വിയർപ്പുകൾ ഒലിക്കുന്നത് കാണാ. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായി ഒരു മഹ്ശറാവൻ സഭ നമുക്ക് കടന്നു വരായിരിക്കുകയാ. അല്ലാഹ് നമ്മൾ ഓർക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോടരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, മിഅ്റാജ് ദിനത്തിന്റെ അന്ന് മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് അത്തൗബത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന മനസ്സോടെ ആരാണ് തൗബ ചെയ്യുന്നത് അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്, അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു പോയെങ്കിൽ ഇന്ന് ഈ മജ്‌ലിസിന്റെ സമാപനത്തിൽ മഗ്രിബിനോടടുക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും മനസ്സ് പൊട്ടി തൗബ ചെയ്യാ. അതുകൊണ്ട് പറയുന്നു, ഫാത്തിമ, ശരീരത്തിലേക്ക് ചൂടടിച്ചപ്പോ അല്ലാഹുവിന്റെ നരകത്തെ പറ്റി ഓർത്തതാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തിലേക്ക് വാപ്പ നിങ്ങൾ ഒന്നും നോക്കണ്ട, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ലല്ലോ പടച്ചോനെ, എത്ര പെട്ടെന്ന് ഇനി അരമണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയാൻ, നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തം ഒരിക്കലും നിങ്ങൾക്ക് പാഴാകൂല. അല്ലാഹുവിന്റെ പ്രതിഫലം അല്ലാഹു അർശിന്റെ തണൽ നൽകട്ടെ. ഇന്ന് അസർ മുതൽ അങ്ങോട്ടുള്ള ദുആക്ക് ഉത്തരവുണ്ട്. അല്ലാഹു നമുക്ക് അർശിന്റെ തണൽ നൽകട്ടെ. അല്ലാഹു നമുക്ക് അർശിന്റെ തണൽ നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പൊറുത്തു മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാ, ഈ ഒരു ദുനിയാവ് നൈമഷികൻ, ഇവിടുത്തെ ജീവിതം നൈമഷികമാണ്. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى.
വെള്ളിയാഴ്ചകളും പള്ളികളിൽ പോകും, ഉസ്താദുമാർ ഓതും. ഇവിടുത്തെ ജീവിതം ഒരു ജീവിതമല്ല, ഇത് നൈമഷികാണ്. എപ്പ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും പോയേ പറ്റുള്ളൂ. കാലാകാലം കിടക്കാനുള്ള ഒരു വീടുണ്ട്, ഖബർ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ, സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റട്ടെ. അതുകൊണ്ട് ഈ സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോ ഷമീർ ദാരിമിയും നിങ്ങളും ചിന്തിക്കണം, പടച്ചോനെ ഈ ഒരു ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ഞാനും നിങ്ങളും നാളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് എങ്ങനെയാ നമ്മൾ താങ്ങുക? നിസ്സാരമായൊരു ചൂട്. പൊന്നാര ഉപ്പമാരെ, സൂര്യൻ എത്രയോ അകലെയാണ്, അതിന്റെ ചൂട് പോലും താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാന്റെ നരകത്തിലും കാണാൻ പെട്ടുപോയാ കഴിഞ്ഞില്ലേ? ആരെയും നോർക്കാം, അതിൽ പെട്ടുപോയാ തീർന്നു. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ, ഉള്ളിൽ കടന്ന കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയതു മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹുവേ, നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു പ്രവൃത്തിയും നീ ചെയ്യല്ലേ ഫാത്തിമ. എന്റെ ഹസന ഹുസൈനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ഫാത്തിമ, എന്റെ അലിയാരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ഫാത്തിമ, എന്റെ പൊന്നുമക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് കാഠിന്യമാണ് ഫാത്തിമ, അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ്. ഉപ്പമാരെ, നരകത്തിലെങ്കാണമങ്ങ് പെട്ടുപോയാ അവിടെ കിടന്നിട്ട് വിളിക്കുന്നു, യാ വൈലത്താ വയാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് നരകത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ കിടന്നിട്ട് വെള്ളം ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ അതാ നരകവാസികൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ചൂട് സഹിക്കുന്നുണ്ടെങ്കിലും പരസ്പരം പറയാ, ഇതെന്തട്ടഹാസമാടാ, എന്റെ ചെവി അങ്ങ് പൊട്ടുന്നടാ. നരകത്തിൽ കിടക്കുന്ന നരകവാസികൾ പരസ്പരം പറയാ, ഒന്നൊച്ച കുറയ്ക്കാമോ, ഒന്ന് ശബ്ദം കുറയ്ക്കാമോ, എന്ത് വിളിയാടാ നീ വിളിക്കുന്നത്, എന്റെ കാതടച്ചു പോകുന്നടാ. നരകത്തിന്റെ ചൂടിൽ കിടന്നിട്ട് പോലും നരകവാസിയുടെ അട്ടഹാസം പോലും കേൾക്കാൻ കഴിയാതെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നരകവാസികളിൽ ഒരാള് പറയും, നമുക്ക് റബ്ബിനോടൊന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് നരകവാസികൾ മുഴുവനും അല്ലാഹുവിലേക്ക് കരമുയർത്തുകയാണ്. അല്ലാഹുവേ, ദാഹിക്കുന്ന പടച്ചവനെ, എന്റെ ഉപ്പമാരെ, നോമ്പ് നോറ്റ ക്ഷീണമുള്ളവരുണ്ട്. ഈ ഒരു സമയത്ത് ദാഹം കാഠിന്യമാകുന്ന സമയമാണല്ലോ. അങ്ങനെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന അസറിന്റെ ഈ ഒരു ടൈമില് ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും അല്ലാഹുവേ, ദാഹിച്ച് വലയുന്നൊരു തൊണ്ടയല്ലേ നമുക്കുള്ളത്. ഈ നിന്നുകൊണ്ട് പ്രഭാഷണം പറയുന്ന എനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ അവസ്ഥ പറയണോ? ദാഹിച്ച് വലയുകയാണ്, അല്പം ചൂരടിച്ചപ്പോ. എന്നാൽ നരകത്തിന്റെ ചൂരടിക്കുമ്പോ വിളിക്കുകയാണ്, അല്ലാഹുവേ, ഒരല്പം വെള്ളം തരുമോ റബ്ബേ. ഞാൻ അവിടെ നിന്ന് ചുരുക്കി ചുരുക്കി പറഞ്ഞു പോവുകയാണ്, അല്പം ജലം തരുമോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നരകവാസികൾ ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘമങ്ങ് കൂട്ടിക്കെട്ടുമ്പോ നരകവാസികൾ പറയുന്ന, കരയല്ലടാ കരയല്ലേ, അല്ലാഹു കാർമേഘം അവിടെ നിന്ന് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, ഇപ്പം നമുക്ക് ജലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ അല്ലാഹു തആല മഴയായിട്ട് വർഷിപ്പിക്കുന്നത് പാമ്പുകളെയാണ്. അല്ലാഹുവേ, സഹിക്കാൻ കഴിയോ? അതെങ്ങനത്തെ പാമ്പുകളെന്നറിയോ? തീ കൊണ്ടുള്ള പാമ്പുകളാണ്. രണ്ടാമതും കരയുമ്പോ അല്ലാഹു കൊടുക്കുന്നത് തീ കൊണ്ടുള്ള തേളുകളെയാണ്. സുബ്ഹാനല്ലാഹ്,
അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചിട്ട് പറയാ, റബ്ബേ ദാഹിക്കുന്നു പടച്ചോനെ, ഒരൽപ്പം ജലമെന്ന് തരുമോ റബ്ബേ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു ഒരു പാനപാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയാ. ആ പാനപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ദാഹിക്കുന്നുവെന്ന് പറയുന്ന മനുഷ്യനേക്ക് അങ്ങ് കൊടുക്കുകയാ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമില്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ളതോ ഇളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹുവേ, നരകത്തിൽ കിടന്നിട്ട് നരകവാസികള് വാവിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ അല്ലാഹു ഒരു പാനപാത്രത്തിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുകയാണ്. ആ പാനപാത്രം, ആ ജലമുള്ള പാത്രം എന്റെ ഉപ്പമാരെ, പെങ്ങളെ, ചെറുപ്പക്കാരാ, അങ്ങനെ മുഖത്തേക്ക് അങ്ങ് അടുപ്പിക്കുമ്പോ ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ. ആ പാത്രത്തിന്റെ ജലത്തിന്റെ ചൂട് മുഖത്തടിഞ്ഞിട്ട് ആ മുഖത്തിന്റെ തോലങ്ങ് ഉരുകി ഉരുകി വീഴുകയാണ്. അല്ലാഹുവേ, ഉള്ളിൽ കടന്ന കുടലുകൾ നുറുങ്ങുന്നതാ. മനുഷ്യന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നാൽ അവന്റെ കുടലുകളൊക്കെ കത്രി കൊണ്ട് മുറിച്ചു മാറ്റുന്നത് പോലെ കഷ്ണം കഷ്ണമാവുകയാണ്. പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹുവേ, പിന്താരത്തിലൂടെ അതിങ്ങനെ ഒലിച്ചൊലിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. സഹിക്കാൻ പറ്റോ സഹോദരങ്ങളെ? എന്റെ ഉമ്മമാർക്ക് ഞാൻ അധികമായിട്ട് പറയേണ്ടുന്നതില്ല. അടുക്കളയുടെ 4 ചുമരുകളുടെ ഉള്ളിൽ അടുക്കളയിൽ കിടന്നിട്ട് കരിയും പുകയും തീയുമായിട്ട് മൽപിടുത്തം നടത്തുന്ന പെങ്ങളെ, അവിടെ അടുപ്പിന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാതെ ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഫാനിന്റെ ചുവട്ടിൽ വന്നിട്ട് കാറ്റ് കൊള്ളുന്ന പെങ്ങളെ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു തീയല്ല, ഇതൊന്നും ഒരു ചൂട് കാറ്റുമല്ല. റബ്ബേ, നരകത്തിൽ ഉണ്ടാകുന്ന കാറ്റ് പോലും നമുക്കൊന്ന് പറഞ്ഞു പോലും തീർക്കാൻ കഴിയില്ലല്ലോ. ദാഹിച്ച് വലഞ്ഞു വരുന്നവരെ നമ്മൾ പറയാണു, മക്കളെ വിളിച്ചിട്ട് മോനെ ഒരൽപ്പം വെള്ളമെടുത്ത് വാപ്പയ്ക്ക് തരുമോ? നല്ല തിളച്ചു നിൽക്കുന്ന സമയം, നല്ല ഭയങ്കര വെള്ളം ദാഹം, നട്ടുച്ച സമയം, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം, മക്കള് വാപ്പാനെ വിളിച്ച്, അല്ലെങ്കിൽ വാപ്പ മക്കളെ വിളിച്ചിട്ട് പറയാം, മോനെ ഒരു ഗ്ലാസ് വെള്ളം വാപ്പക്ക് ദാ. ആ സമയത്ത് വാപ്പ പറയും, ഇനി എത്ര പിന്നെ തണുപ്പ് കുടിക്കാൻ പറ്റാത്ത ഒരു വാപ്പയാണെങ്കിലും പറയും, മോനെ നല്ല തണുത്ത വെള്ളം എടുത്തോ, മോനെ നല്ല തണുത്ത വെള്ളം എടുത്തോ അല്ലേ. ഒരു പക്ഷേ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഭാര്യ കൊടുത്താൽ മക്കള് നമ്മുടെ കയ്യിൽ തന്ന നമ്മൾ എന്താ പറയാ? നമ്മൾ പറയും കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ അന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചോണ്ട് വാ, നല്ല ചൂടുണ്ട്. അവിടെ അതൊന്നും പറയാൻ പറ്റൂല, അവിടെ ഒന്നും പറയാൻ പറ്റൂല. ഈ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോ, ഈ സമയത്തുള്ള ചൂട് അനുഭവിക്കുമ്പോ ഇതൊന്നും ഒരു ചൂടല്ല വാപ്പമാരെ. ഇവിടത്തെ ചൂടൊന്നും ഒരു ചൂടല്ല. ആ ഒരു ചൂടിനെ പറ്റി നമ്മൾ ഓർത്തുപോയാ ഇവിടത്തെ ചൂടൊന്നും ഒരു ചൂടല്ല. അള്ളാന്റെ നരകത്തിന്റെ ചൂടിനെ പറ്റി ഒരാൾ ഓർത്തുപോയാൽ അവൻ ധാരാളം കരയും, അവന്റെ കണ്ണു നിറയും, അവൻ അള്ളാഹുവിലേക്ക് വാവിട്ടുകൊണ്ട് അവൻ തൗബ ചെയ്യും. അതേ
സമയം നമ്മൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുള്ളൂ. പക്ഷേ ഈ ചൂടടിക്കുമ്പോഴും നമ്മൾ അള്ളാന്റെ നരകത്തെ പറ്റി ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൽ വന്നാൽ ഇനി എത്ര വലിയ തമാശ. എന്റെ അഭിപ്രായത്തിൽ ഒരു വാളിന്റെ മജ്‌ലിസിലും തമാശ പറയാൻ പാടില്ല. ഞാൻ ആ ഒരു അഭിപ്രായക്കാരനാണ്. ഇഖ്ലാസ്പരമായിട്ട് കേൾക്കുക, നല്ലതുപോലെ കേട്ടുകൊണ്ട് ഈമാനികമായിട്ടുള്ള ചിന്തയോടുകൂടി കടന്നു പോവുക. കുറച്ചു നേരം നല്ലതുപോലെ കരയുന്ന കാര്യം പറഞ്ഞു, ഇടയ്ക്ക് വന്നിട്ട് പിന്നെ കൊണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അതവിടെ പോകൂലേ. അതുകൊണ്ട് പറയാണ്, അള്ളാന്റെ ഹബീബ് പറയാൻ, നിങ്ങൾക്ക് നരകത്തെ പറ്റി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് കരയും. പിന്നെയോ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കും. വളരെ കുറച്ചു മാത്രം ചിരിക്കും. ഇല്ലേ പൊന്നാരൊപ്പമാരെ, അഗദാരിൽ താഹാവിൻ വാക്കു കേട്ട് സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞതാ പാരതിയിലായി സ്വഹാബത്ത് സ്നേഹനീലാവിൻ്റെ വാക്കു കേട്ട് കരഞ്ഞില്ലേ മാണിക്യ കല്ലായ മുത്തുളി ത്വാഹ നൂറല്ലേ റൗള മണവാളന്റെ വാക്കിനാൽ ജനം തേങ്ങില്ലേ മുത്താറ്റൽ ത്വാഹാവേ ചേർത്തു സ്വഹാബ കരഞ്ഞില്ലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സ്വഹാബ, ഇവിടത്തെ ചൂട് പോലും താങ്ങാൻ കഴിയില്ലല്ലോ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇപ്പോ തൊട്ടടുത്തൊരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വന്ന് കണ്ടുപോയി. ആ ചെറുപ്പക്കാരന്റെ അരഭാഗത്തുനിന്ന് താഴേക്ക് പൊള്ളിയിട്ടുണ്ട്, ശരീരത്തിന്റെ തൊലികളൊക്കെ അടർന്നു മാറിയിട്ടുണ്ട്. അവൻ എന്നെ കണ്ടപാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ശരീരം മുഴുവനും നീറുകയാണ്, ശരീരം മുഴുവനും വേദനിക്കുകയാണ്. ആ പൊള്ളലിന്റെ മരുന്ന് വരട്ടുന്നുണ്ട്. അവിടെ നിന്ന് തിളച്ച വെള്ളം എന്റെ ശരീരത്ത് മറിഞ്ഞു പോയതാണ്. ഇന്നെന്റെ ശരീരമൊക്കെ ഉരുകിയല്ലോ, വേദന കൊണ്ട് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിൽ അല്ലാഹ് ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോന്റെ വേദന മാറ്റണേ അല്ലാഹ്. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരൽപ്പം ചൂടുവെള്ളം വീണാൽ അരി പാറ്റുന്ന സമയത്തോ ചോറ് വടിക്കുന്ന സമയത്തോ എന്റെ പെങ്ങളെ ഒരൽപ്പം വെള്ളം കയ്യിൽ വീണ അത് പൊള്ളിയിട്ട് പിന്നെ പൊട്ടിയില്ലേ, അതവിടെ നീറുകയല്ലേ. ഇതൊന്നും ഒരു നീറ്റലല്ല പെങ്ങളെ, ഇതൊന്നും ഒരു ചൂടല്ല പെങ്ങളെ, ഇതൊന്നും ഒരു തിളച്ച വെള്ളമേ അല്ല. അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയാണ്, ചൂടാണെന്ന് പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാ, أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمره ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, അതുകൊണ്ട് നരകത്തെ നിങ്ങൾ പേടിക്കുമോ? നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ ബാപ്പയെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആർക്കൊക്കെയാണോ ചിലവിന് കൊടുക്കുന്നത്, ആ ചിലവിന് കൊടുക്കുന്നവരെയല്ല അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണേ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാണ്, ഈ കാലഘട്ടത്തിന്റെ മക്കൾ ഉമ്മ പറയുന്നത് കേൾക്കാതെ, ബാപ്പ പറയുന്നത് കേൾക്കാതെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ ഈ കാലഘട്ടത്തിന്റെ മക്കള് പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിൽ
ദിശയിലൂടെ പാറി പറന്നുകൊണ്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് അഹന്തയോടെ ആർഭാടത്തോടുകൂടി കടന്നു പോകുമ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടുപോയില്ലേ വാപ്പമാരെ? നമ്മുടെ 6ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുള്ള 7ാം ക്ലാസ് മുതൽ ഒരു പെൺകുട്ടി തുടങ്ങിയത്, അവിടെ നിന്ന് ഡ്രഗിന്റെ അഡിക്റ്റായി മാറിയത്, അവിടെ നിന്ന് ടെലഗ്രാമിലോ ഇൻസ്റ്റയിലോ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെട്ടിട്ട് ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് 7ാം സ്റ്റാൻഡേർഡ് മുതൽ ഇതിന് അഡിക്റ്റായി തുടങ്ങിയതാണ്, അത് കച്ചവടം ചെയ്തതാണ്. ആ ചെറുപ്പക്കാരൻ 1 ഗ്രാമിന് ഇത്ര രൂപ വെച്ചിട്ട് എനിക്ക് തരുമെന്നറിഞ്ഞപ്പോ, അതിന്റെ രുചി ഞാൻ അറിഞ്ഞപ്പോ ഞാനതിന്റെ പിന്നിലൂടെ കടന്നു പോയെന്ന് അവിടെ പാവപ്പെട്ട പൊന്നുമോള് പറഞ്ഞു പോയെങ്കിൽ, ഇന്ന് 9ാം ക്ലാസ് വരെ പഠിച്ചെത്തിയെങ്കിൽ 7ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ട് ഈ സമയം വരെ ആ പൊന്നുമോള് ഡ്രഗിന്റെ അഡിക്റ്റായിട്ട് മാറിയെങ്കിൽ, ഉപ്പമാരെ മക്കളെ നോക്കണ്ട എന്നല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പരിശോധിക്കേണ്ടുന്ന ബാധ്യത ഉപ്പ നിങ്ങൾക്കുണ്ട്, ബാധ്യത ഉമ്മമാരെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നോക്കുമ്പോ ഒരു പക്ഷേ മക്കള് ഉളവെടുക്കുന്നുണ്ടാകാം, മക്കള് നിസ്കരിക്കുന്നുണ്ടാകാം, മക്കള് വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതുന്നുണ്ടാകാം, മക്കൾക്ക് വലിയ ഈമാനാണെന്ന് നമ്മൾ വിചാരിച്ചു പോകാം. എന്നാൽ എന്റെ ഉപ്പമാര് പരിശോധിക്കണേ, എന്റെ ഉമ്മമാര് പരിശോധിക്കണേ. മഹാനായ ഉമൈർ ഇബ്നു ഉബൈദ റളിയല്ലാഹു അൻഹു പറയാ, മക്കൾക്ക് 15 വയസ്സ് പ്രായമാകുന്നത് വരെ ആ ഉമ്മയും ബാപ്പയും മക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ, മക്കളെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ അല്ലാഹുവിന്റെ നരകത്തെ അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിൽ, എന്റെ ഉപ്പമാരെ കുറ്റപ്പെടുത്താൻ വന്നവനല്ല, ഉമ്മമാരെ കുറ്റപ്പെടുത്താൻ വന്നവനല്ല. ഉപ്പാ, ഈ കാലഘട്ടം ഇന്ന് ചതിയിലേക്കാണ് പോകുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പോലും കഞ്ചാവിന്റെ ലഹരി മരുന്നിന്റെ അഡിക്റ്റുകളായി മക്കൾ മാറുമ്പോ, മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ പെൺമക്കളെ കാരണം കരയുന്ന ബാപ്പമാര് വരും, ആൺമക്കളെ കാരണം കരയുന്ന ബാപ്പമാര് വരും എന്നവിടം പറഞ്ഞു പോയെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് أنفسكم وأهليكم نارا وقودها الناس والحجارة. പടച്ചവനെ, നിങ്ങൾ ചിലവിന് കൊടുക്കുന്ന നിങ്ങളുടെ ഉമ്മയാകട്ടെ, നിങ്ങളുടെ ബാപ്പയാകട്ടെ, നിങ്ങളുടെ ഭാര്യമാരാകട്ടെ, നിങ്ങൾ ചിലവിന് കൊടുക്കുന്നവരാണ്. അവരെ അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഖുർആൻ ഓതിയിട്ട് മുത്തുനബി തങ്ങൾ പറയുമ്പോ, ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാത്തവരാണോ, ഭർത്താവാണെങ്കിൽ ആ ഭാര്യയോട് പറയണം, നീ നിസ്കരിക്കാതെ വീട്ടിലിരിക്കാൻ പാടില്ല, നിസ്കരിച്ചോ പെണ്ണേ, നിസ്കരിച്ചോ, നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭാര്യമാരെ കൊണ്ട് നിസ്കരിപ്പിക്കണേ. ഇല്ലെങ്കിൽ ബാപ്പമാരെ നാളെ നരകത്തിന്റെ മുമ്പിൽ നമ്മൾ മാത്രം നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളില് നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവരാകണം. നമ്മൾ ചിലവിന് കൊടുക്കുന്ന മക്കള് ആ മക്കള് നിസ്കരിക്കുന്നവരാകണം. ഇല്ല എന്നുണ്ടെങ്കിലോ അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, നരകത്തിൽ നിന്നും നിങ്ങളെ കുടുംബക്കാർ, അതായത് നിങ്ങളുടെ അധ്വാനത്തിൽ കൊണ്ടുപോയി നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ ചിലവഴിച്ചു കൊണ്ടുവരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, ആ പ്രിയപ്പെട്ട മക്കൾമാരെ എത്ര പെട്ടെന്ന് സമയം പോണം. ആ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യമാർക്കും ചിലവിന് കൊടുത്താൽ മാത്രം പോരാ, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കേണ്ടുന്ന ബാധ്യത കൂടെ ഉപ്പമാരായ ഭർത്താക്കന്മാരായ നമുക്കുണ്ട്.
ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഖുർആൻ ഓതൽ, ഭയങ്കര നിസ്കാരം എല്ലാം നമ്മൾ ചെയ്യും. വീട്ടിലുള്ള ഉമ്മ ഭാര്യ നിസ്കരിക്കുന്നില്ല, വാപ്പാ നമ്മൾ പറയണം നിസ്കരിക്കണം. മക്കൾ സ്കൂളിൽ വിട്ട് വന്നാ പറയണം മക്കളെ നിസ്കരിച്ചോന്ന്. എത്ര ഉപ്പമാര് എത്ര ഉമ്മമാര് ചോദിക്കും. അഹ്ലീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഹ്ലികാരെന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട് അല്ലേ? സ്കൂളിൽ വിട്ട് വരുന്ന മക്കളെ കറക്റ്റ് 4 മണിയാകുമ്പോ അവര് പോകുമ്പോ കളിക്കാന്, 5 മണിയാകുമ്പോ അവര് പോകുമ്പോ കളിക്കാൻ ഏത് ഉമ്മ ചോദിക്കും മോനെ നീ നിസ്കരിച്ചോന്ന്? ഏത് ബാപ്പ ചോദിക്കും മോളെ നീ നിസ്കരിച്ചോന്ന്? കുറവല്ലേ വാപ്പ? പൊന്നാര വാപ്പമാരെ, നമ്മളൊക്കെ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, അതുപോലെ ഖുർആൻ ഓതി, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് തൗബ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. നാളെ അള്ളാന്റെ കോടതിയിലേക്ക് വരുമ്പോ ഞാൻ വിജയിച്ചു എന്ന്. കുടുംബമുള്ളവരാണെങ്കിൽ ആ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്താതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റൂല. അതിന് എത്ര ദാരിമയായാലും ശരി, കുടുംബത്തെ ആ കുടുംബത്തിന്റെ കാര്യം കൂടെ ചർച്ച ചെയ്യാതെ മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പമാരൊന്ന് ഉറക്കെ പറയും, ഞാൻ ഈ നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ അടുത്ത് തന്നെയാണ് വാളുള്ള ഇൻഷാ അല്ലാഹ് നമ്മുടെ പിന്നെ ഗുരുപ്പറ സ്ഥലത്തേക്ക്. അൽഹംദുലില്ലാഹ് ഇന്ന് അവിടത്തേക്ക് നിങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ക്ഷണിക്കാണ്. നിങ്ങളുടെ കണ്ണു നിറയുന്ന ഒരു വിഷയം ഞാൻ ഇന്ന് അവിടെ പറയുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അങ്ങോട്ട് വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. പൊന്നാര ഉപ്പമാരെ, എനിക്ക് നിങ്ങളോട് സ്നേഹമേ ഉള്ളൂ. ഞാനിങ്ങനെ വലിയ ഒച്ചപ്പാടിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് വല്ലാഹി ഒരു വെറുപ്പില്ല കേട്ടോ. നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ഒരുമിച്ച് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. അത് മതി. നിങ്ങളുടെ ആമീനാണ് ഞാൻ ഇവിടം വരെ വന്നത്. അള്ളാഹു നമ്മളെ ഒരുമിച്ച് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത വേണം. ഈ സമയത്ത് ആമീൻ ഒരിക്കലും ഒരാളും പറയാതിരിക്കരുത്. ഈ സമയത്ത് അള്ളാന്റെ മലക്കുകളുടെ കാവലും ശഫാഅത്തുമുള്ള സമയമാണ്. അള്ളാഹു നമ്മുടെ ദുആ മുഴുവൻ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ടല്ലേ. അള്ളാഹു ഇങ്ങനെ ചോദിക്കാണ്, എന്തേന്ന് നരകത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ ആളുകൾ ഇങ്ങനെ വിളിക്കാ, റബ്ബേ ഒരല്പം വെള്ളം തരുമോ നാഥാ? ഇന്നിപ്പോ പൊന്നാര വാപ്പ നമ്മൾ നോമ്പ് തുറക്കുമ്പോ 5 ഗ്ലാസ് വെള്ളം കിട്ടൽ അടിക്കും. ഭക്ഷണത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കും. അള്ളാഹു നരകത്തിൽ ആദ്യം തരുന്ന എന്താ? അള്ളാഹ് ഓരോന്നും ചോദിക്കട ചങ്ങാതി, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്തേ നീ ചെയ്യാത്തത്? എന്തേ ഭാര്യ മക്കൾ സഹോദരങ്ങൾ എന്തേ നീ അതുപോലെ ചെയ്യാത്തത്? അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നില്ലേ? അള്ളാഹു തന്നതിൽ അവിടെ നിന്ന് ചിലവഴിക്കണമെന്ന് പറഞ്ഞില്ലേ? മാതാവിനെ പിതാവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്തേ നീ ചെയ്യാത്തത്? എന്തേ ചെയ്യാത്തത്? ഇന്ന് ഇൻഷാ അല്ലാഹ് ഉപ്പമാരെ പറ്റിയിട്ട് നല്ലൊരു വിഷയം അവിടെ പറയുന്നുണ്ട്. അവിടെ വന്ന ആ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാം. അള്ളാഹ് ചോദിക്കുക, എന്തേ നീ കേൾക്കാത്തത്? ചില മനുഷ്യന്മാരെ അള്ളാഹു നരകത്തിന്റെ ചാര കൊണ്ടുവരും. എന്നിട്ട് അള്ളൊരു ചോദ്യം ഉണ്ടെന്നറിയോ? ഇതാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഹീഖാ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജു سأله خزنتها ألم نعطكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من നരകത്തിന്റെ ചാര കൊണ്ടിട്ട് റബ്ബ് ചോദിക്കും, എടാ മോനെ, അലം യഅതികും നദീർ, നിനക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ? റമളാനിന്റെ കാര്യം പറഞ്ഞില്ലേ? മിഅറാജിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉമ്മാന്റെ ബാപ്പാന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തേ നീ ചെയ്യാത്തത്? എന്തേ നീ നന്മയിലേക്ക് വരാത്തത്? വീണ്ടും എന്തേ അള്ളാന്റെ കത്തിയാളുന്ന നരകത്തിന്റെ വഴികളിലൂടെ നീ കടന്നുപോയത്? അള്ളാന്റെ നരകത്തെ പറ്റി ഇന്നിപ്പം നരകത്തെ പറ്റി ചിന്തിക്കാത്തവർക്ക് നരകമുണ്ടെന്ന് ഖുർആൻ. വാപ്പ പെട്ടൂലെ? നരകത്തെ പറ്റി ഓർക്കാത്തവർക്ക് അള്ളാന്റെ നരകം അല്ലേ? സുബ്ഹാന റബ്ബി, ചിന്തിച്ചു നോക്കിയേ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചത് അധികം മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടിയിട്ടാണ്. എന്തിന്? ലഹും ഖുലൂബുൻ, അവർക്ക് ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം അല്ലാഹു തആല കൊടുത്തു. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ
ചിന്തിക്കൂല. ഒരുപാട് ഇൽമു കേട്ടു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ലാ യഫ്ഖഹൂന, അവരാ ചിന്തിക്കാനുള്ള ബുദ്ധി അല്ലാഹ് കൊടുത്തിട്ടും അതുകൊണ്ട് അവർ ചിന്തിക്കൂല. നരകണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ റബ്ബ് ചോദിക്കാട ചങ്ങായി, നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്തേ നീ ചെയ്യാത്തത്? അപ്പൊ പറയും, അല്ലാഹുവേ ബലാ ഖദ് ജാഅനാ നദീർ, നിസ്കരിക്കണമെന്ന് പറയാനും നോമ്പ് നോക്കണമെന്ന് പറയാനും സകാത്ത് കൊടുക്കണമെന്ന് പറയാനും നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകണമെന്നെല്ലാം പറയാൻ മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് ഞാൻ കളവാക്കി പടച്ചോനെ. അങ്ങനെ പറയുന്നത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് കളവാക്കി റബ്ബ് വിടോ? റബ്ബ് വിടോ? യുറഫുൽ മുജ്രിമൂന ബിസീമാഹു വയഖദു ബിൻ നവാസി വൽ അഖദാ. അല്ലാഹുവേ കളവാക്കി എന്നുള്ളൊരു വാക്ക് കാണാൻ പറഞ്ഞു പോയാൽ പടച്ചവനെ ബോൾ ചുരുട്ടുന്നത് പോലെ, പന്ത് ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയിട്ട് അല്ലാഹു നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുന്നല്ലോ. എന്നിട്ടോ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്, ലിത്താഗീന മാബാ ലാബ്സീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദാ വലാ ശറാബാ ഇല്ലാ ഹമീമാ വഗസ്സാഖാ ജസാഅ വിഫാഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് നോക്കിയിട്ട് പറയാ, ജസാഅം വിഫാഖാ, അനുയോജ്യമായ ശിക്ഷയാണ്. നീ അത് ചിന്തിക്കാത്തത് കൊണ്ട്, നിസ്കരിക്കാത്തത് കൊണ്ട്, നോമ്പ് നോക്കാത്തത് കൊണ്ട്, അല്ലാഹു നിനക്ക് തന്നുപോയ സമ്പത്ത് റബ്ബിന് വേണ്ടി കൊടുക്കാത്തത് കൊണ്ട് ജസാഅം വിഫാഖാ, അനുയോജ്യമായ ശിക്ഷയാണെന്ന് പടച്ചവൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ, ഉപ്പമാരെ നമ്മളതിൽ പെടാൻ പാടില്ല, ഉമ്മമാരെ നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. എപ്പോഴായാലും മരിച്ചല്ലേ പറ്റൂ, എപ്പോഴായാലും അനുഭവിച്ചല്ലേ പറ്റൂ. നമ്മളെന്ത് വിചാരിച്ചു അങ്ങ് മരിച്ചു കഴിഞ്ഞ ഖിയാമത്ത് നാൾ വരെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. പിന്നെയല്ലേ നരകമുള്ളവെന്നാണോ? അല്ല. ഒന്നുകിൽ ഹുഫറത്തും മിൻ ഹുഫറിൻ നീറാ, അവൻ നരകവാസിയാണെങ്കിൽ അവനെ കൊണ്ടുവന്ന് പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തട്ടിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പടച്ചവനെ, എത്രയോ ആളുകളുടെ ഖബറിന്റെ 4 ഭാഗത്തുനിന്ന് തീ വന്നില്ലേ, വലത് ഭാഗത്തുനിന്ന് ഫയതഖല്ലബു അലൽ ജംരി ലൈലം വനഹാറാ, രാവംന്നില്ല പകലംന്നില്ല, വലത്തുനിന്ന് തീയാണ്, ഇടത്തുനിന്ന് തീയാണ്, മുകളിന്ന് തീയാണ്, താഴന്ന് തീയാ. നരകവാസികൾ വാവിട്ടുകൊണ്ട് ഖബറിൽ പോലും കിടക്കാൻ കഴിയാതെ നിലവിളിക്കുമ്പോ, അല്ലാഹുവേ നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ, ആളുകളെ കത്തിച്ചു കളയുന്ന, ആളുകളെ ദഹിപ്പിച്ചു കളയുന്ന തീയെ കണ്ടിട്ടില്ലേ? നിമിഷ നേരം കൊണ്ട് കരിച്ചു കളയാറില്ലേ? എന്നാലും നമുക്കൊന്ന് ഓർത്തുകൂടെ, റബ്ബേ ഖബറിന്റെ അകത്തട്ടിൽ 4 ഭാഗത്തൊന്ന് ഖിയാമത്ത് നാൾ വരെ തീ വന്നാൽ എന്റെ അവസ്ഥ എന്താ റബ്ബേ? അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കടന്നു വന്നാൽ, നരകത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു വന്നാ അവനിക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞു പോകുമ്പോ സയ്യിദുനാ അബ്ദുൽ മുഹാബ് റളിയല്ലാഹു അൻഹു ഒരു വേള ഒരു വിരലിങ്ങനെ പിടിച്ചിട്ട് കടന്നു വരികയാണ്. ആരുടെ മുമ്പിലാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ എനിക്ക് സഹിക്കുന്നില്ലല്ലോ, എനിക്ക് വേദനിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനായ അലിയെ, എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാ. അവിടുന്ന് കാലിന്റെ തള്ളവരലിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടിവെച്ചിരിക്കുന്ന തുണി അങ്ങ് അടിച്ചു മാറ്റിയിട്ട് കാണിക്കുകയാ, കണ്ടോ
തീ കനലിൽ ചവിട്ടിയിട്ട് എന്റെ കാലിന്റെ തള്ളവിരലങ്ങ് വെന്തിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തില് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്ന ആ കാലിന്റെ തള്ളവിരലിൽ നിന്ന്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നതും കാലിന്റെ തള്ളവിരലിൽ നിന്ന്. അവിടെ വേദന കൊണ്ട് സഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാവിട്ടുകൊണ്ട് കരയുമ്പോ അലിയാർ തങ്ങൾ പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറയാ, അലിയാർ തങ്ങൾ തേങ്ങി കരഞ്ഞിട്ട് പറയാ, മോനെ നിന്റെ കാല് ഇത്രയുമല്ലേ പൊള്ളിയിട്ടുള്ളൂ, വേദനയുണ്ടോ? വല്ലാഹി വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മഹാനുഭാവൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്. ഈ ഒരു പൊള്ളലാണോ? ഈ ഒരു വേദനയാണോ? ഈ ഒരു ചൂടാണോ? ഇതൊന്നും ഒരു ചൂടല്ല മോനെ, അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടാണ്. ഉപ്പമാരെ, ഇവിടെ നമ്മുടെ ശരീരത്തിൽ അല്പം പൊള്ളിയ, തലയിലൂടെ എണ്ണ വീണ, എത്രയോ ആളുകള് ആത്മഹത്യ ചെയ്തിട്ട് തലയിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിപ്പോയവരില്ലേ, കരിഞ്ഞ് ചാമ്പലായവരില്ലേ? ഈ ദുനിയാവിന്റെ ചൂട് കൊണ്ട് പോലും കരിഞ്ഞു പോയെങ്കില് അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് അറിയുമോ? അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകര് പറയുന്നത്, ഫാത്തിമ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് കാവൽ തേടണേ ഫാത്തിമ. എന്റെ ഉപ്പമാരെ ഇതുപോലെ റസൂലുള്ള കരയുകയാണ്. അലിയാർ തങ്ങൾ കടന്നു വരുന്ന മുത്തുനബിയുടെ മുമ്പില്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ വട്ടമുഖത്തേക്ക് നോക്കുമ്പോ ഫബക്കാ ബുകാഅൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. അലിയാർ തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, അലിയേ, എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നല്ലോ അലിയേ. അതിപ്പോഴല്ലല്ലോ നബിയെ, പല പ്രാവശ്യം വരുന്നില്ലേ നബിയെ? ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ കരയുന്നത് റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തു നബിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അലിയേ, അല്ല, എപ്പോഴും വരുന്നത് പോലെയല്ല, എപ്പോഴും സംസാരിക്കുന്നത് പോലെയല്ല. ഇപ്രാവശ്യം അവിടെ കടന്നു വന്നത് അല്ലാഹുവിന്റെ നരകത്തിന്റെ ആയത്തുകളുമായിട്ട്. അല്ലാ يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ നരകത്തിന്റെ മാലാഖമാരെ പറ്റിയുള്ള പടച്ചവന്റെ ഖുർആനിന്റെ ആയത്തുകളുമായിട്ടാണ് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ കടന്നു വന്നത്. അതിനെന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത്? ഉടൻ തന്നെ റസൂലുള്ളാഹി അങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് പറയാ, ഈ ഒരായത്ത് കൊണ്ട് വന്നിട്ട് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അങ്ങ് കരയുകയാണ്. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ സ്വർഗവാസിയല്ലേ, സ്വർഗത്തിൽ എപ്പോഴും കടന്നു പോകുന്നവരല്ലേ, പിന്നെന്തിനാ നിങ്ങൾ നിലവിളിക്കുന്നത്, കരയുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശരിയാണ് നബിയേ, ശരിയാണ്. അല്ലാഹുവിന്റെ റസൂലേ, നമ്മുടെ നേതാവായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. ഇന്ന് ഇബ്ലീസ് ലഅനത്തുള്ളയുടെ സ്ഥാനം അല്ലാഹുവിന്റെ നരകമല്ലേ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമല്ലേ? അതുകൊണ്ട് എനിക്ക് പേടിയാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് അലിയാർ തങ്ങളെ ജിബ്രീൽ അങ്ങ് കരഞ്ഞപ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിയതാണ്. ഇത് കേട്ടപാട് അലിയാർ തങ്ങൾ അങ്ങ് കരഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വമൻ നജാ യാ ഹബീബല്ലാഹ്, നബിയേ, നബിയേ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല
ചൂട് താങ്ങാതിരിക്കാ വല്ല വഴിയുണ്ടോ നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തത്, അലിയേ അക്സിറൂ ദിക്റ യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ അക്സിറൂ നിങ്ങൾ അധികരിപ്പിക്കുക ദിക്റ യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്ർ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നത് അധികരിപ്പിക്കുന്നവർക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മൂന്ന് കാര്യം, ഈ മൂന്ന് കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പറയാ എനിക്ക് മനസ്സ് വരുന്നില്ല. അല്ലാഹുവേ ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്നു അക്സിറൂ ദിക്റ യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരിക. രണ്ടാമത്തതോ സൂറത്തുൽ ഹശ്റിന്റെ 3 ആയത്തുകളാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. സൂറത്തുൽ ഹശ്റിന്റെ രണ്ടാമത്തെ ആയത്ത്. അല്ലാഹുവേ സൂറത്തുൽ ഹശ്റിന്റെ ഈ 3 ആയത്തുകൾ എല്ലാ വ്യാഴാഴ്ച ദിവസം പതിവാക്കുന്നവർ അവർക്ക് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ. അത് മാത്രവുമല്ല എല്ലാ ദിവസവും അവർ ചെല്ലാനുള്ള ഒരായത്ത് ഏതെന്നറിയോ? റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ദിവസവും ഓതാനുള്ളത് റബ്ബന ഞങ്ങളെ പരിപാലിക്കുന്ന അല്ലാഹ് വലംനാ അൻഫുസനാ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് ഞങ്ങൾ അതിക്രമം ചെയ്തു റബ്ബേ, തെറ്റു ചെയ്തു റബ്ബേ, തിന്മകൾ ചെയ്തു റബ്ബേ, മോശത്തരങ്ങൾ ചെയ്തു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിൽ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ അല്ലാഹ് നിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഞങ്ങൾ പെട്ടുപോകുമല്ലോ. ഈ 3 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലാഹുവേ. അതിനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ സ്വർഗം ലഭിക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്. അവസാന അരിയാർ തങ്ങളോട് റസൂലുള്ള പറഞ്ഞു കൊടുത്ത 3 കാര്യം ഏതെന്നറിയോ? ഒന്നാമത് നിങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടുമോ? പ്രത്യേകിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരുമ്പോ പാവപ്പെട്ട ഉപ്പമാരോട് സ്നേഹമില്ലാത്ത മക്കൾ വരും. ഉമ്മയോട് സ്നേഹമുണ്ട് പക്ഷേ ബാപ്പയോട് സ്നേഹമില്ല എന്ന് ഇന്നത്തെ ഒരു പറയിലുള്ള മകന്റെ മജ്‌ലിസിൽ നിങ്ങൾ വന്നാൽ എന്റെ ഉപ്പമാർക്ക് വേണ്ടി അതിമനോഹരമായ ചരിത്രങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അല്ലാഹുവേ കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, നിങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടുമോ? രണ്ടാമതായിട്ട് പറഞ്ഞത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നിങ്ങൾ ചേർക്കുമോ? മൂന്നാമതായിട്ട് പറഞ്ഞത് വൽമാലോ നിങ്ങളുടെ സമ്പത്താണ് സഹാബ. അല്ലാഹുവേ ഒരു മനുഷ്യൻ അവിടെ നിന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മുസ്തിലലഹു മാലുഹു വവലദുഹു വഅമലുഹു
മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവന്റെ നന്മകൾ വരുമല്ലോ, അവന്റെ തിന്മകൾ വരുമല്ലോ, അവന്റെ മക്കൾ വരുമല്ലോ, അവന്റെ ഭാര്യ വരുമല്ലോ, അവന്റെ സഹോദരങ്ങൾ വരുമല്ലോ. പാപ്പാ ഷമീർ ദാരിമി ഇവിടെ പറയുമല്ലോ, ഉമ്മമാരെ നമ്മൾ ഇവിടെ പറയുമല്ലോ, ഉപ്പമാരെ നിങ്ങൾ ഇവിടെ പറയുമല്ലോ. മുത്തിലലഹു മാലുഹു, അല്ലാഹു നമുക്ക് തന്നുപോയ 1 രൂപയാണ് എങ്കിൽ പോലും അത് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന റബ്ബിന്റെ ചോദ്യം വരുമ്പോ പടച്ചവനെ അല്ലാഹുവേ പാപങ്ങൾ കപടന്ന് കൊടുത്തുവെന്ന് പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉറുപ്പറയിലുള്ള അബ്ദുൽ ലത്തീഫ് ഏത് മജ്‌ലിസിൽ വന്നാലും ഇന്നിവിടെ എത്തിയോ എന്ന് എനിക്കറിയില്ലല്ലോ. ഏത് മജ്‌ലിസിൽ വന്നാലും നിറഞ്ഞ മനസ്സോടെ ഹദിയ ചെയ്യുന്നവനാ. ലക്ഷക്കണക്കാന രൂപകള് പല സ്ഥലങ്ങളിലും കൊടുത്തത് എനിക്കറിയാ. ആരും അറിയണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ കയ്യിൽ 1,00,000 തന്ന് കൊടുത്തതും എനിക്കറിയാ. അങ്ങനെ ഒരുപാട് സമ്പത്തുകൾ കൊടുത്തുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. എന്തിനാണ് കൊടുത്തു എന്നറിയോ? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചിട്ടല്ല, മറിച്ചിട്ട് വമാലി അഹദിൽ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് റജബുൻ ഷഹറുല്ലാ, ഇത് റബ്ബിന്റെ മാസമാണ്. ഇന്നൊരു അമല് ചെയ്താ, ഇന്നൊരു ഹദിയ ചെയ്താ ഒരിക്കലും പാഴാകൂല ബാപ്പാ. ഇസ്രാ മിഅ്റാജിന്റെ സന്തോഷത്തിന്റെ ഈ ദിവസത്തില് നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് റജബ് ഇത് റബ്ബിന്റെ മാസമാണെന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങളെ നിർബന്ധിക്കാൻ വന്നവനല്ല, നിങ്ങൾ കൊടുത്തേ പറ്റുമെന്നറിയാമെന്നവനല്ല. ഈ പള്ളിയോട് ചേർന്നുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി മേടിച്ചതാണ്. അത് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരിക്കലും ഒരു കടമിടാൻ പാടില്ല. അതിന് കടമുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നവരാ. ഇന്ന് കേരളത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഇന്ന് വന്ന് എനിക്കെന്തറിയാനാ? നിങ്ങൾ എപ്പോഴും വരുന്നവരാണ്, നിങ്ങൾ അറിയുന്നവരാണ്. അതുകൊണ്ട് റബ്ബേ ഓരോ സെന്റിന് 10,000-75,000 രൂപയോ വെച്ച് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോട് അത്രയൊന്നും ചോദിക്കുന്നില്ല. എന്നാലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഈ മാസത്തില് അല്ലാഹുവിന്റെ മലക്കുകൾ ഈ സമയം നോക്കുകയാണ്. ഈ സമയത്ത് മഗ്‌രിബോടടുക്കുന്ന സമയത്ത് മാലാഖമാര് ഒന്നാം ആകാശത്തേക്ക് വരുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണല്ലോ. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഇന്നലെ കൊടുത്തവരുണ്ടാകും. എന്നാൽ ഇന്നത്തെ ഈ ഒരു മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് മാലാഖമാര് നിങ്ങളെ വരവേക്കാൻ പോവുകയാണ്. അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജ്‌ലിസില് അപ്പേ ആരാണോ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഒരാളെയും പിടിച്ചു മേടിക്കില്ല. ഒരു സദസ്സിൽ വന്നിട്ടും നിങ്ങൾ കൊടുത്തേ പറ്റുമെന്ന് പറയില്ല. നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പോവുകയാ, നമ്മൾ തൗബ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് റബ്ബേ നാളെ നിന്റെ നരകത്തിന്റെ ചൂടിലേക്ക് എന്നെ വിടല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദേ ഒരു 10,000 രൂപ വീതം ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇന്നലെ കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ റബ്ബിനാണ്. നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഖബറിന്റെ ചാര വരുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവര് വരുമോ? ലക്ഷങ്ങൾ കൊടുത്തുപോയ മക്കൾ വരുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഇല്ല. എന്നാൽ പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തവരാണോ? നിങ്ങൾ മരിച്ച് പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ നിങ്ങളങ്ങ് പെട്ടാൽ ഇതിന്റെ ഓരോ പ്രതിഫലവും അണമുറിയാ
ഇല്ലാതെ നിങ്ങളുടെ കബറിടത്തിലേക്ക് വരുമെന്നുള്ളതില് യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറയുന്നവരാരാ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ശരീരം വെട്ടിപ്പൊളക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. ഇന്നീ പരിശുദ്ധമായ മജ്‌ലിസിൽ ആര് പറഞ്ഞാലും ആര് ഹദിയ ചെയ്താലും ആര് നിയ്യത്ത് ചെയ്താലും അല്ലാഹുവേ, ശരീരം കീറി മുറിച്ച് നീ കൊണ്ടെടുത്തുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ. ലക്ഷങ്ങൾ ബറക്കത്തുള്ള സമ്പത്ത് നീ അവരുടെ കരങ്ങളിൽ നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഭാര്യ മക്കൾക്ക് രോഗമായെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പോയി കിടന്നിട്ട് നരകയാതന അനുഭവിക്കുന്ന ഒരവസ്ഥ വെക്കല്ലേ റബ്ബേ.